പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഏപ്രിൽ മാസം 27-ാം തീയതി ശനിയാഴ്ച. ഈ മാസത്തിന്റെ അവസാനത്തെ ശനിയാഴ്ചയിലേക്ക്, മറ്റൊരു വീക്കെൻഡിലേക്ക് കർത്താവ് നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്നു. കഴിഞ്ഞൊരാഴ്ചവട്ടക്കാലം എന്ന് മാത്രമല്ല, കഴിഞ്ഞ നാളുകളിലെല്ലാം നമ്മെ ഏവരെയും അതിശയകരമായി, അത്ഭുതകരമായി അതാത് സ്ഥാനങ്ങളിൽ പോറ്റിപ്പുലർത്തിയ സർവകാരുണ്യവാനായ ദൈവത്തിന് നന്ദിയും സ്തുതി സ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 21-ാം വാക്യം. ജനസിസ് ചാപ്റ്റർ 25 വേഴ്സ് 21 നാം ഇപ്രകാരം വായിക്കുന്നു: തന്റെ ഭാര്യ വന്ധ്യയായിരുന്നത് കൊണ്ട് ഇസ്ഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു. അവന്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. നമ്മുടെ പൂർവ പിതാക്കന്മാരുടെ ദൈവിക പദ്ധതിയുടെ അത്ഭുത പ്രവൃത്തി പ്രത്യേകാൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നു. ഇവിടെ ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ പ്രാർത്ഥന മൂലമുണ്ടായ വലിയ ഒരു വിടുതലാണ് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത്. തന്റെ ഭാര്യ റിബേക്ക വന്ധ്യയായിരുന്നു, കുഞ്ഞുങ്ങളില്ല. അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ല, ദൈവഹിതം അതാണ്, ദൈവം തന്നില്ല, ഇനി ദൈവഹിതം അനുസരിച്ച് മുൻപോട്ട് പോകാം എന്നുള്ള സാധാരണ വാക്കുകളിൽ മുഴുകി ഒരു സ്ഥാനത്ത് ഒതുങ്ങിക്കൂടുകയായിരുന്നില്ല റിബേക്കയുടെ ഭർത്താവായ ഇസ്ഹാക്ക് ചെയ്തത്. ഇസ്ഹാക്ക് ചെയ്തത് തന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഈ അവസ്ഥ മാറുന്നതിന് വേണ്ടി ശക്തമായി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിലെ ദൈവം കേട്ട് ഇതാ റിബേക്ക ഗർഭം ധരിച്ചു. ഈ ശനിയാഴ്ച അതിരാവിലെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളുടെ ജീവിതത്തിൽ ചില അസാധ്യങ്ങളുടെ പട്ടികകൾ ഉണ്ടായേക്കാം. നിങ്ങളാൽ ആവോളം എല്ലാ തലങ്ങളിലും മേഖലകളും അധ്വാനിച്ചു, ഓടി നടന്നു, സകല മേഖലകളും നിങ്ങൾ ഉപയോഗിക്കുവാൻ ശ്രമിച്ചു. സാമ്പത്തികമായി, വൈദ്യശാസ്ത്രപരമായി, കഷ്ടപ്പാട് വഴി, പലവിധ ഇൻഫ്ലുവൻസ് വഴി നിങ്ങളുടെ ജീവിതത്തിലെ വിവിധ മേഖലകൾ, അതൊരു തലമുറ എന്നുള്ള അർത്ഥത്തിലല്ല ഉദ്ദേശിച്ചത്. ജോലിയായിരിക്കാം, വീസയായിരിക്കാം, ഒരു ഭവനമായിരിക്കാം, നിങ്ങൾ കടന്നു പോകുന്ന ആരോഗ്യകരമായ ചില പ്രശ്നങ്ങളായിരിക്കാം, മക്കളുടെ വിഷയങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളുടെ കുടുംബ ജീവിതത്തിലെ താളപ്പിഴകളായിരിക്കാം. അങ്ങനെ നീണ്ടുപോകുന്നു നിങ്ങൾ കടന്നു പോകുന്ന പ്രശ്നങ്ങൾ. നാളുകളായി നിങ്ങൾ നേരിടുന്ന ചില നിയമ പോരാട്ടങ്ങൾ. ധാരാളം പണം ജോലി ചെയ്തും അല്ലെങ്കിൽ കുടുംബപരമായും ഒക്കെ കയ്യിലുണ്ട്, പക്ഷേ അതൊരു വിധത്തിലും ഗുണപ്പെടുന്നില്ല അഥവാ പ്രയോജനപ്പെടുന്നില്ല. ഉന്നതമായ വിദ്യാഭ്യാസവും അതിന് തക്കതായിട്ടുള്ള അറിവും പ്രാപ്തിയും കൈമുതലായിട്ടുണ്ട്, യോഗ്യമായ ഒരു ജോലി ലഭിക്കുന്നില്ല. ഇങ്ങനെയൊക്കെ കടന്നു പോകുന്ന ചിലരെങ്കിലും ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ടാവാം. പ്രിയ ദൈവജനമേ, ഇങ്ങനെയുള്ള അവസരങ്ങളിൽ, സാഹചര്യങ്ങൾ നാം എങ്ങനെയാണ് അതിജീവിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെ ഇസ്ഹാക്ക്
നമ്മെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒന്നും ചെയ്യാനില്ല, ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കുക. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തുറക്കുന്ന ദൈവം എല്ലാ ആശകളും നഷ്ടപ്പെട്ട പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ തകർന്നടിയുമ്പോൾ അതെ നമുക്ക് വേണ്ടി പുതിയ മേഖലകൾ തുറന്നു തരുന്ന ഉയരത്തിലെ ദൈവം. ആകയാൽ ഏതെങ്കിലും വിഷയത്തിൽ ചില നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മറുപടി ലഭിക്കാതെ നിരാശരായി പ്രാർത്ഥനയുള്ള നിങ്ങളുടെ പങ്കാളിത്തം കുറയ്ക്കുകയോ അല്ല പിറുപിറുക്കുകയോ ദൈവത്തെ ചോദ്യം ചെയ്യുകയോ പ്രാർത്ഥനയിൽ പിശുക്ക് കാണിക്കുകയോ ചെയ്യുന്ന ആരെങ്കിലും ഈ രാവിലെ എന്നെ കേൾക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ഒരിക്കലും പിന്തിരിഞ്ഞു പോകരുത്, പിന്മാറിപ്പോകരുത്. ഓരോ ദിവസവും ശക്തമായി പ്രാർത്ഥനയോടെ മുന്നേറുക. നിശ്ചയമായും ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും, പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി നൽകും. തന്റെ ഭാര്യയുടെ വന്ധ്യാവസ്ഥ മാറുവാൻ ഇസഹാക്ക് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ദൈവം കേട്ട് ഇതാ റിബേക്ക ഗർഭം ധരിച്ചപ്പോൾ ഉദരത്തിൽ ദൈവം നൽകിയത് ഒരു കുട്ടിക്ക് പകരം 2 കുട്ടികളെയാണ്. ആ കുട്ടികൾ ഉദരത്തിൽ തിക്കിയപ്പോൾ ദൈവത്തോട് അരുളപ്പാട് ചോദിച്ച റിബേക്കയോട് ദൈവം പറഞ്ഞത്, നിന്റെ ഉദരത്തിൽ 2 വംശങ്ങളായിരിക്കും എന്നാണ് പറഞ്ഞത്. അതെ, അതാണല്ലോ ഇന്ന് ലോകത്തിൽ നാം കണ്ടുവരുന്നത്. അതേ പ്രിയമുള്ളവരെ, ഇന്ന് ഈ പകൽക്കാലം അസാധ്യങ്ങളെ സാധ്യമാക്കുക മാത്രമല്ല, അത്ഭുതകരമാർന്ന നിലയിൽ നമ്മെ ഉയർത്തുവാൻ നടത്തുവാൻ ദൈവം വിശ്വസ്തനും മതിയായവനുമാണ്. അതുകൊണ്ട് ഏതെങ്കിലും വിഷയത്തിൽ മനം നൊന്ത് ഭാരത്തോടെ വിഷമത്തോടെ ഇന്നത്തേക്കുള്ള വാഗ്ദത്ത വചനം കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഉണ്ടെങ്കിൽ നിങ്ങളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. മടുത്തു പോകാതെ, പിന്തിരിഞ്ഞു പോകാതെ, നിരാശപ്പെടാതെ ശക്തമായി പ്രാർത്ഥിക്കുക. ഒപ്പം ഒരു കാര്യം കൂടെ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നമുക്കൊരു സൂചന നൽകുകയാണ്. ഇന്ന് ദൈവമക്കളും ക്രൈസ്തവ പ്രസ്ഥാനങ്ങളും സുവിശേഷ വേലകളും സംഘടനകളും സഭകളും ഒക്കെ ശക്തമാണ്, നല്ലത് തന്നെ. അവരോടൊക്കെ നാം പ്രാർത്ഥനാ വിഷയം പങ്കിടാറുണ്ട്, അവർ പ്രാർത്ഥിക്കാറുണ്ട്. അത് നമുക്ക് അനുഗ്രഹമായും തീരുന്നുണ്ട്, തീർച്ചയായും നല്ലത്. പക്ഷേ പലരും ചെയ്യുന്നത് പ്രാർത്ഥിക്കാനായി ചില ദൈവദാസന്മാരെ, ദൈവമക്കളെ, കൂട്ടായ്മകളെ, സംഘടനകളെ, സഭകളെ, സഭയിലെ ശുശ്രൂഷകന്മാരായ അച്ഛന്മാരെയോ ഉപദേശിമാരെയോ പാസ്റ്റർമാരെയോ സുവിശേഷകരെയോ ഭരമേൽപ്പിച്ചിട്ട് ജോലി തീർന്നു, വേണമെങ്കിൽ കുറെ ദശാംശം കൊടുക്കും, സഭയ്ക്ക് എന്തെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യും, അതും കൂടാതെ നമ്മളൊരു പ്രഖ്യാപനവും ചെയ്യും. ഈ വിഷയത്തിന് ദൈവം എനിക്ക് മറുപടി നൽകിയാൽ, വിടുതൽ നൽകിയാൽ, കുഞ്ഞിനെ നൽകിയാൽ, ഭവനം നൽകിയാൽ, ജോലി നൽകിയാൽ, വിസ നൽകിയാൽ ഞാൻ ഇത്രായിരം രൂപ അല്ലെ 1,00,000 രൂപ, ഒരു വാഹനം, ഒരു ഭവനം, ഒരു കുഞ്ഞിന്റെ വിവാഹം ഞാൻ നടത്തും, ഞാൻ ചെയ്യും. ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ച് പലപ്പോഴും നാം പലരെയും പ്രാർത്ഥനയ്ക്ക് ഏൽപ്പിക്കാറുണ്ട്. നിങ്ങൾ ചെയ്യുന്നത് ചെയ്യുക, നല്ലത് തന്നെ. എന്നാൽ ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന, നമുക്കൊരു വലിയ ചൂണ്ടുവല നൽകുന്നത്, പ്രാർത്ഥിക്കാൻ വിഷയമുള്ള മാതാപിതാക്കളെ, എന്നെ കേൾക്കുന്ന യുവജന സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നിങ്ങൾ തന്നെ ദൈവസന്നിധിയിൽ മുഴങ്കാല് മടക്കി പ്രാർത്ഥിക്കണം. ഇസഹാക്ക്
മറ്റൊരാളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുകയായിരുന്നില്ല. ഇസഹാക്ക് തന്റെ ഭാര്യയുടെ, തന്റെ കുടുംബജീവിതത്തിന്റെ ആവശ്യം ദൈവസന്നിധിയിൽ നിരത്തി വെച്ച് പ്രാർത്ഥിക്കുകയും ദൈവം അത് കേൾക്കുകയും അതിന് ഉത്തരം നൽകുകയും ചെയ്തു. ആകയാൽ ഞാനും നിങ്ങളും നിശ്ചയമായും ഉപവസിക്കേണ്ടിടത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുക. കുടുംബമായും കൂട്ടമായും സഭയായും ഒറ്റയ്ക്കും പ്രാർത്ഥിക്കേണ്ടത് അതുപോലെ ചെയ്യുക. നിശ്ചയമായും വിഷയമുള്ള ദൈവമക്കൾ തീർച്ചയായും മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ചിരിക്കണം. രോഗി വേണം മരുന്ന് കഴിക്കുവാൻ. അതെ, രോഗത്തിന് ചികിത്സിക്കുന്ന ഡോക്ടറോ രോഗത്തിന് ആശുപത്രിയിൽ കൊണ്ടുപോയ പ്രിയപ്പെട്ടവരോ മരുന്ന് കഴിച്ചാൽ രോഗിയുടെ രോഗം ഭേദമാവുകയില്ല. ആകയാൽ പ്രാർത്ഥിക്കാൻ വിഷയങ്ങൾ പലരെയും സമർപ്പിച്ച് പേരുകേട്ട ദൈവമക്കളെയും സംഘടനകളെയും TV പ്രസ്ഥാനങ്ങളെയും ഏൽപ്പിച്ചിട്ട് സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയല്ല നാം ചെയ്യേണ്ടത്. ആദ്യമേ നാം മുഴങ്കാലും അടക്കണം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. അസാധ്യമെന്ന് നാമും അനേകരും വിധിയെഴുതിന്മേൽ ദൈവം പ്രവർത്തിക്കും, നിശ്ചയമായും ഇടപെടും. ഈ ശനിയാഴ്ച ജീവജലം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കട്ടെ, വിടുതൽ അയക്കട്ടെ, നന്മ നൽകട്ടെ. അങ്ങനെ വിടുതൽ അനുഭവിച്ച് നന്ദിയുള്ളവരായി സ്തോത്രത്തോടുകൂടി ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ പ്രസാദിപ്പിക്കുവാനും കർത്തൃവേലയിൽ തുടരുവാനും സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമുക്കൊന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരമായ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഒരാഴ്ചയുടെ അന്തിയിലേക്ക് ഞങ്ങളെ അവിടുന്ന് എത്തിച്ചതിനായി സ്തോത്രം. ഞങ്ങൾ യാത്ര ചെയ്ത ഇടങ്ങളിൽ, ജോലി ചെയ്ത ഇടങ്ങളിൽ, കൂട്ടായ്മ കൂടിയ ഇടങ്ങളിൽ, എല്ലാ മേഖലകളിലും അവിടുത്തെ കൃപ വ്യാപരിച്ചതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനാ വിഷയങ്ങളിലും അസാധ്യങ്ങളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ഞങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് ഇസ്ഹാക്കിന്റെ ജീവിതത്തിൽ കൂടി ഇന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ആഹ്വാനം ചെയ്തതിനായി സ്തോത്രം. കേട്ട വചനപ്രകാരം പിന്മാറിപ്പോകാതെ, അസാധ്യമെന്ന് എഴുതി തള്ളാതെ ദൈവസന്നിധിയിൽ അടുത്തു വന്ന് മുഴങ്കാലുമടക്കി പ്രാർത്ഥിച്ച് അതിന്മേൽ വിജയം കൈവരിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണം. ഇന്ന് വചനം കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തികളെയും കുടുംബങ്ങളെയും അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെയും സ്വർഗം മാനിക്കണം. എല്ലാവിധ അനുഗ്രഹങ്ങളാലും തമ്പുരാൻ ഏവരെയും നിറയ്ക്കണം. സ്വർഗം പ്രാർത്ഥന കേട്ട് അനുഗ്രഹം അയച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവജനമേ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഒരു നേർച്ച കാഴ്ചയും ഒരു രൂപ പോലും മുടക്കണ്ട, ഒന്നും ചെയ്യണ്ട. ദൈവസന്നിധിയിൽ മുഴങ്കാലുമടക്കി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി നമ്മുടെ വിഷയത്തിന്മേൽ വെളിപ്പെടും. ഇന്ന് പകൽ ജീവജലം ശ്രവിക്കുന്ന ഏവരുടെയും ജീവിതത്തിൽ ഈ നിലയിൽ വലിയൊരു വിടുതൽ നടക്കുവാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനം നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങൾക്കൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. God bless you all.